ഇതെല്ലാം ഒഴിഞ്ഞ് ഈ പറഞ്ഞ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റി ജീവിക്കണം ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഒരു വിഷമം തോന്നുന്നത് അനാവശ്യമായിട്ട് ഒരു വിഷയത്തെ, അതാണ് ഞാൻ കുറച്ച് മുമ്പ് ഈ സ്മാർട്ട് ഫിക്സിൻ്റെ കാര്യം പറഞ്ഞത്. അവരിപ്പം ഞാൻ എന്തായാലും ഒരു പറയുന്നത് 20 ഊളകൾ മികച്ച ഊളകളെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ആൾക്കാർ കളിയാക്കുന്ന ഇത് ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ പരിഹസിക്കുന്നു എന്ന് ഞാൻ സെറീനയോട് എൻ്റെ വീടിൻ്റെ പാലാറ്റ് സമയത്ത് തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യം. ആൾക്കാരിങ്ങനെയാണ് പറയുന്നത്, നമ്മളെയൊക്കെ പറ്റിയിട്ട് ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞൊരു സംഭവം അത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഏതോ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കെതിരെ നിരന്തരം ഒരാൾ വന്നിട്ട് ചാണകസംഖി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് കമൻ്റ് ഇടുന്നു. അങ്ങനെ കമൻ്റ് ഇട്ട ഒരുത്തൻ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച മലരനാണ് ഇവൻ എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഇട്ടപ്പോൾ ഞാൻ അടിയിൽ റിപ്ലൈ കൊടുത്തു. ISSൻ്റെ പല ആരാധകർക്കും എന്നോട് വിരോധം ഉണ്ടാവും, താങ്കളുടെ വിരോധത്തെ ഞാൻ മാനിക്കുന്നു എന്ന് പറഞ്ഞത് എന്നെ നിരന്തരം ഈ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ടാവും. കാര്യം ഞാൻ BJPക്കെതിരെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മമ്മൂക്ക സുഡാപ്പി എന്ന് പറഞ്ഞാൽ ചിത്രീകരിച്ചപ്പോൾ ഞാൻ മമ്മൂക്ക അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയത്തിലാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഇത് അപ്പോൾ ഇവന്മാരതെടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു, വർഗീയവാദി അതിന്മാരാണ്. എന്താണ് ഇതൊക്കെ? ഇത് എന്ത് മര്യാദയാണ്? അപ്പോൾ ഞാൻ ഇവർക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യം, മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി അവിടെ കാണിക്കാത്തതിനെതിരെ ഞാൻ BJPക്കെതിരെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പറയാം. എനിക്ക് പ്രവർത്തിക്കുന്നതും ഞാൻ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കും. അപ്പോൾ ശരിയല്ല. അതിനോടനുസരിച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സുരേഷ് ഏട്ടൻ വിളിച്ചു, സന്തോഷം അറിയിച്ചു. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. 7 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു. അദ്ദേഹമായിട്ടൊരു മാനസിക ബന്ധം ഉണ്ടാകാൻ കഴിഞ്ഞു ഇപ്പോൾ.